everyone, so welcome back to another vlog. So last day ഞാൻ ദേറ പോയിട്ടുണ്ടായിരുന്നു. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ബോറടിച്ച് മതിയായി. അതുകൊണ്ട് തന്നെ ദേറ പോയി ഗോൾഡ് സുഖമൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എടുത്തൊരു വ്ളോഗാണ്. അങ്ങനെ നമ്മളൊരു 3:30 ഒക്കെ ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ ഗോൾഡ് സുഖ കാണാനാണ് പോയത്. അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കുറേ ഗോൾഡ് നല്ല വെറൈറ്റി ഗോൾഡൊക്കെ കണ്ട് അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞാനൊരു 8 years മുന്നേ ഗോൾഡ് സൂക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വെക്കേഷൻ ടൈം ദുബായിൽ വന്നപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഗോൾഡ് സൂക്ക് കാണാൻ വരുന്നത്. അടിപൊളിയായിരുന്നു. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ ജ്വല്ലറീസ് ഒക്കെ കണ്ടു. അപ്പോൾ നമ്മളങ്ങനെ ഗോൾഡ് സൂക്കിൽ അങ്ങനെ കുറച്ച് പാർട്ട് അവിടുത്തെ കുറച്ച് പാർട്ടൊക്കെ കണ്ടിട്ട് ഇത് കുറേ കാണാനുണ്ടായിരുന്നു. കുറേ ഷോപ്സ് ഈ ഗോൾഡ് സൂക്ക് മൊത്തം കുറേ കാണാനുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കണ്ട് പിന്നെ അത് തിരിച്ചായിരുന്നു. നമ്മൾ ടെക്സ്റ്റൈൽ സൂക്കോ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് തിരിച്ചായിരുന്നു. അവിടെ പോകുമ്പോഴത്തേക്കാണെങ്കിൽ അങ്ങനെ കുറേ ഷോപ്സൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നും കുറേ ഷോപ്സൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. മേ ബി നൈറ്റായിരിക്കും തുറക്കുന്നുണ്ടാവുക. എനിവേ കുറച്ച് ഒക്കെ കണ്ടു. കുറേ ഷോപ്സൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് കുറച്ച് സമയം നടന്നപ്പോൾ തന്നെ ഭയങ്കര സ്വെറ്റിംഗ് ആയിരുന്നു. നല്ല ചൂടായിരുന്നു. പിന്നെ നമ്മളിതാ ഈ ഒരു സ്ഥലത്തേക്കാണ് പോയത്. എനിക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. എല്ലാ സ്ഥലത്തും ഇതേപോലെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും, ഒരു നെയിം. ഗോൾഡ് സുക്ക് പോയപ്പോൾ ഗോൾഡ് സുക്ക് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയപ്പോൾ ഒന്നും കണ്ടില്ല. സോ അങ്ങനെ അവിടെ കുറേ സ്പൈസസും പിന്നെ ഊതും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ ഷോപ്സിലും. അപ്പോൾ സ്ഥലത്തിൻ്റെ പേരറിയില്ല, ബട്ട് ഈ സാധനങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ കുറച്ച് സമയം കണ്ട് പിന്നെ ചൂടായതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടയേർഡായിരുന്നു. കുറേ സമയം നടക്കുകയും ചെയ്തു. നല്ല ടയേർഡായിരുന്നു ശരിക്കും. എന്നിട്ട് തന്നെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ കട തപ്പി. നമ്മളൊന്നും കണ്ടില്ല. എന്നിട്ട് തന്നെ അവിടെ അടുത്തൊരു ഗ്രോസറി ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞാനൊരു സ്പാർക്ക്ലിംഗ് വാട്ടർ, നമ്മൾ സ്പ്രൈറ്റ് പോലെ തന്നെ മാംഗോ ഫ്ലേവറിൽ ഉള്ള ഒരു സാധനം ഞാനെടുത്തു. ആൻഡ് നല്ല ടയേർഡായതുകൊണ്ടാണോ എന്നറിയില്ല, മൊത്തം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളതിൻ്റെ എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് പോയത്. ഗ്രാൻഡ് സുക്ക് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രാൻഡ് സുക്ക് ദേറ പറഞ്ഞിട്ട്. അവിടെ ഇതേപോലെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. കുറേ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ, അത് ഇതേപോലെ കുറേ സ്പൈസസ് അതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല പല കളേഴ്സിൽ ഇങ്ങനെ മൊത്തം ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് കൊള്ളായിരുന്നു കാണാൻ. അവിടെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. കുറേ നടക്കാനുണ്ടായിരുന്നു അവിടെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബോട്ട് കയറാൻ വേണ്ടി പോവാണ്. അവിടെ ഒരു ദിർഹത്തിന് ഒരു ബോട്ടിൽ നമ്മൾ കയറിയിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയിടും. അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്.
അങ്ങനെ നമ്മൾ ബോട്ടൊക്കെ കയറി തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ എത്തി. ആൻഡ് അവിടെയും കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ നടക്കാനും ഉണ്ട്. നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് കാല് ഒരു പണിയായിരുന്നു, നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സാരമില്ല, കുഴപ്പമില്ല, നമ്മൾ കറങ്ങാൻ പോയിട്ടില്ലേ. അങ്ങനെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നേരെ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ട് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു, കുറേ ബോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സും ഷോപ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഞാൻ ഈ കാണിക്കുന്ന ഡേ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള മാളിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു, നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ തിരിച്ച് നമ്മൾ ബോട്ടിൻ്റെ സൈഡിലേക്ക് പോവാണ്. നമ്മൾ ഇവിടെയും കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും കുറേ ഷോപ്സ് ഇതേപോലെ സ്പൈസസിൻ്റെ ആയാലും ടെക്സ്റ്റൈൽസിൻ്റെ ആയാലും അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. അവിടെയും കുറച്ച് സമയം അവിടെ ഒന്ന് കണ്ട് നമ്മൾ തിരിച്ച് ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ അവിടുത്തെ കുറേ ഷോപ്സിൽ ലബൂബുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സാധനത്തിനോട് ഇതുവരെ അത്ര ഇല്ല. എല്ലാവരും നല്ല ഓൺലൈൻ വീഡിയോസിലൊക്കെ കാണാം ലബൂബു എന്നൊക്കെ കുറേ പേര് വാങ്ങിച്ചിട്ടുള്ളതും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്കങ്ങനെ അതിനോടൊരു പാവക്കുട്ടി തന്നെയാണോ എന്നറിയില്ല, അതിനോടൊരു ഇൻട്രസ്റ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ റേറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് തിരിച്ച് ആ സ്ഥലത്തെത്തി. അവിടെയാണെങ്കിൽ കുറേ ഇതേപോലെ പീജൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അത് പാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ അതിങ്ങനെ കൂട്ടത്തോടെ പാറി പോണത്. ബട്ട് ഞാൻ പോയപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോസും എടുത്തില്ല. പിന്നെ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് പറഞ്ഞിട്ട് അവിടത്തേക്ക് പോവാണ്. പക്ഷേ ടെമ്പിളൊന്നും കണ്ടില്ല. തിരിച്ച് നമ്മൾ അതേപോലെ തിരിച്ച് വന്ന് ആ ടെമ്പിൾ എവിടെയാണെന്ന് നോക്കി തിരിച്ച് വന്നപ്പോഴത്തേനും പീജൻസ് അതേപോലെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അത് പാറിപ്പോന്നേ ഇല്ല. പിന്നെ ഞാനത് വിട്ട് ബോട്ടിൻ്റെ സ്ഥലത്തേക്ക് പോയി. അതായത് നമ്മൾ വന്ന സ്ഥലത്തല്ല പോകേണ്ടത്, നമുക്ക് അതിൻ്റെ വേറെ സ്ഥലത്താണ് പോകേണ്ടത്. അപ്പോൾ അവിടത്തേക്ക് ബോട്ട് തപ്പി നടക്കുകയാണ്. ബട്ട് നമ്മൾ ഞാൻ ഇപ്പോൾ പോകുന്ന ഡയറക്ഷനിൽ നമ്മൾ തിരിച്ച് ബാക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു ബോട്ടിന് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലം. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നല്ല അടിപൊളി സൺസെറ്റായിരുന്നു. സണ്ണിങ്ങനെ നല്ല മുഖത്തടിക്കുന്നുണ്ട്. വീഡിയോസും അതേപോലെ തന്നെ ഫോട്ടോസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പിന്നെ കുറേ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോട്ട് പോണത് കണ്ടു. നമ്മൾ ബോട്ടിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി തെറ്റിപ്പോയി. നമ്മൾ തിരിച്ച് വീണ്ടും നടക്കാണ്. കാലുവേദന. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ട വന്നായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ബോട്ട് വന്നു. പിന്നെ നമ്മൾ അതിൽ കയറി നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോയി. നമ്മൾ ആദ്യം കയറിയെടുത്തല്ലായിരുന്നു നമുക്ക് പോകേണ്ടത്, അതിലും കുറച്ച് അപ്പുറത്തായിരുന്നു പോകേണ്ടത്. അങ്ങനെ കുറേ സമയം ബോട്ടിൽ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. കുറേ ബിൽഡിങ്സും അതേപോലെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നല്ല അടിപൊളി സൺസെറ്റൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോണു.
അങ്ങനെ നമ്മൾ ബോട്ടൊക്കെ ഇറങ്ങി പിന്നെ ബസ് സ്റ്റേഷൻ തപ്പി കുറേ സമയം നടന്നു. ഇവിടുന്ന് അങ്ങനെ ബസ്സിന് എവിടെയും ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് കറക്റ്റ് എവിടെയാണ് സ്ഥലം എന്ന് അറിയില്ലായിരുന്നു. പിന്നെ അവിടെ പോകുമ്പോഴത്തേക്കാണേലും ഒരു ബസ് ഓൾറെഡി ഫുള്ളായി. നെക്സ്റ്റ് ബസ്സിന് കാത്തിക്കേണ്ടി വന്നു കുറേ സമയം. അങ്ങനെ പിന്നെ കുറേ സമയം കാത്തുനിന്ന് ലാസ്റ്റ് ബസ് എത്തി. അങ്ങനെ ബസ്സൊക്കെ വന്ന് നമ്മൾ ബസ്സിൽ കയറി. അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബസ്സിൽ കയറി ഇരുന്നിട്ടു. പിന്നെ ഐ വാസ് സോ എക്സൈറ്റഡ്. പറയാലോ, ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഇതുവരെ ഞാൻ ദുബായിൽ വന്നിട്ട് ബസ്സിൽ എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് പോയപ്പോഴാണ് അതിന് പറ്റിയത്. അപ്പോൾ അങ്ങനെ ബസ്സിലൊക്കെ വന്ന് നല്ല അടിപൊളിയായിരുന്നു. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു ബസ്സിൽ വന്നത്. ആൻഡ് അങ്ങനെ ഒരു 9 o'clock ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. സോ ഇതിന് ശേഷം എനിക്കൊന്നും ഇനി വീഡിയോ എടുക്കാനുണ്ടായിരുന്നില്ല. ഇത്ര വരെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.